കളിച്ച് കളിച്ച് നാട്ടുകാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ കേൾക്കുന്ന മക്കളെ. എന്നാടാ അറിയത്തില്ലയോ? പറയാൻ എങ്ങനെ അറിയുന്നു? ഇതൊക്കെ എങ്ങനെയാ പറയുന്നേ? എന്നാടാ സംഭവം? ചേട്ടനായാലും അനിയനായാലും ഇതുപോലെ തെമ്മാടുത്ത കാണിച്ചാൽ തല്ലിക്കൊല്ലണം. തന്റെ കെട്ടിയോളും ചേട്ടച്ചാരുമായിട്ട് എന്നതാ ഇടപാട്? ഇടപാടോ? ആ, നാട്ടിലൊക്കെ പാട്ടായിരിക്കുക. എന്തോന്ന്? തന്റെ ഭാര്യയ്ക്ക് ചേട്ടച്ചാരുമായിട്ട് അവിഹിതം ഉണ്ടെന്ന്. എന്നതാടാ പറഞ്ഞു? തെമ്മാടിത്തരം പറഞ്ഞ നാവ് ഞാൻ പിടിച്ചെടുക്കും. என்னங்க ஓசி அனுப்பின யாருங்க? ஒரு லெட்டர் இருக்கு. அந்த பாருங்க ஒரு கத்து. இந்தாங்க. ആരാടാ? ഫ്രം അഡ്രസ് ഇല്ല. കയ്യക്ഷരം കണ്ടിട്ട് തൊമ്മിക്കുഞ്ഞാണെന്നാ തോന്നുന്നു. തൊമ്മിക്കുഞ്ഞിന് തന്നെയാ. എന്നതാ വിശേഷം? പൊട്ടിക്കട്ടാ. പ്രിയമുള്ള ആന്റപ്പനും കുട്ടപ്പായും മൊയ്തിനും വായിച്ചറിയാൻ വേണ്ടി തൊമ്മിക്കുഞ്ഞ് എഴുതുന്നത്. നിങ്ങൾ സങ്കടപ്പെടരുത്. ചാണ്ടിച്ചായന് കഴിവതും ഈ കാര്യം അറിയിക്കുകയും ചെയ്യരുത്. നമ്മുടെ കോര സാറ് കിടപ്പിലായി ആന്റപ്പ. മിനിയാന്ന് തച്ചമ്പലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 5 മണിക്കൂർ നേരം കോരസാറ് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കോരസാറിന് എന്തോ ഒരു അസ്കിത തോന്നിയത്. എന്തോ ഒരു വിമ്മിട്ടം പോലെ തോന്നണ തൊമ്മിക്കുഞ്ഞെ കാർ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് വിടുമെന്നോട് പറഞ്ഞു. കോരസാറ് ഇപ്പൊ ഐസിയുവില്ല. ചാണ്ടിച്ചൻ ഈ വിവരം അറിഞ്ഞാൽ ബഹളമുണ്ടാക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇട്ടച്ച് ഓടി ഇങ്ങ് പോരും. അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയിക്കണ്ടെന്നാ പറഞ്ഞത്. കർത്താവിന്റെ അനുഗ്രഹത്തിൽ കോരസാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കോരസാറിന്റെ രോഗകാര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു എന്ന് സ്വന്തം തൊമ്മിക്കുഞ്ഞ്. എന്റെ ഈശോയെ ഈട്ടിത്തടി പോലെ ഇന്ന് കോരസാറിന് തന്നെ പറ്റിയതാ. നമുക്ക് ഉടനെ പുറപ്പെടാൻപ്പ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ചാണ്ടിച്ചാന്റെ വിവരം അറിയിക്കണ്ടായോ? അത് വേണ്ട. തൊമ്മിക്കുഞ്ഞ് പറഞ്ഞ പോലെ ചാണ്ടിച്ചൻ തളർന്നു പോകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നമുക്ക് ഉടനെ പോയി വെക്കും. വാ വാ. നിങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടാ കെട്ടും കിടാരൊക്കെ ആയിട്ട്? മൊയ്തിക്കട പെങ്ങള് സൂറിയുണ്ടല്ലോ, അവൾക്കൊരു കല്യാണാലോചന. ആന്നോ? നല്ല കാര്യം. പക്ഷെ അവൾക്ക് അതിനുള്ള പ്രായമായോടാ പോയി. ആയി. അവക്കിപ്പം വയസ്സ് 10 പതിനെട്ടായി. പക്ഷെ കണ്ടാ തോന്നുന്നില്ല. അല്ല, കല്യാണം ആലോചനയല്ലേ ആയുള്ളൂ. അതിന് മോദി മാത്രം പോയാ പോരെ? എല്ലാരും കൂടെ കല്യാണത്തിന് 4 ദിവസം മുമ്പ് നമുക്ക് ചേർന്നങ്ങ് പോവാ. അല്ല, മൊയ്തിക്ക പോണെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആശ. എങ്കിൽ പിന്നെ നാട്ടിൽ പോയി അമ്മച്ചിനൊന്നും കണ്ടിച്ചു വരാലോ. ഇവന്മാർ രണ്ടുപേരും പോകുമ്പോ പിന്നെ ഞാൻ മാത്രമായിട്ട്. പറഞ്ഞ പോലെ അതും ശരിയാ. എന്നാ പിന്നെ ഞാനും വരാം. കോരെ സാറിനെ കണ്ടു ഒത്തിരി നാളായി. അതല്ല, ചാണ്ടിച്ചായ ഇപ്പൊ വന്നാൽ ശരിയാവുകയല്ല. അനിയച്ചാർക്ക് വാഴക്കാര്യത്തിൽ ശ്രദ്ധ കുറവാ. ചാണ്ടിച്ചായ വന്നാ നമ്മുടെ ഇതുവരെയുള്ള അധ്വാനം ചുമ്മാ പാഴായി പോകും. ചാണ്ടിച്ചായ ചേടാ, ഇതെന്നാ പണികളാ പോയി? നിങ്ങളില്ല, ഞാൻ എങ്ങനെ അവിടെ കഴിയുന്നേ? 1-2 ദിവസത്തേക്കല്ലേ ചായ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറന്നിങ്ങെത്തില്ലേ? ശരി ശരി, എന്നതായാലും ഇത് വലിയ കൊലച്ചതി ആയിപ്പോയി. പിന്നെ ഒരു കാര്യം, 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം അറിയാമല്ലോ. 4-5 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവമാണ്. അത് നമുക്കൊന്ന് കലക്കി പൊരിക്കണം. എന്നാ വേഗം ചെല്ല്. ചെല്ലടാ. ചാണ്ടിച്ചായ ഇതെന്നാ കൊച്ചു പിള്ളേരെ പോലെ? ചുമ്മാ കയറാതെ. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വരത്തില്ലയോ? പോയട്ടെ, 2:30 വണ്ടി പിടിക്കണം. ചെല്ല്. നേരം കളയാണ്ട് പോടാവേ. അപ്പൊ ശരി. ആനിയല്ലേ? അതെ. ആരാന്ന് മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനി എത്ര പെട്ടെന്നാ മനസ്സിലായത്? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാനിപ്പോഴാ ആനിയെ കാണുന്നേ. എന്നിട്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ചി എന്തിയേ? ജോണിച്ചയ, അത് ശരി. രണ്ടാള് കേറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കേ. ഒരു മുഖപരിചയം ഇല്ലാത്തവൻ കയറി വന്ന് ആനില്ലയോന്ന് ചോദിച്ചാ പിന്നെ ഇച്ചായൻ ആരാന്ന് പറയാതെയോ? അതെ ചേച്ചി. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും? എങ്കിൽ ഞാനിതാ പരിചയപ്പെടുത്തുന്നു. ഇതാണ് എന്റെ സാക്ഷാത് ജോണിച്ചായ. അല്ല, ഇച്ചായ മൈസൂരിന്ന് വരുന്ന വഴിയാ? അതെ അതെ, വഴിയിൽ എന്നാ മണ്ണും പൊടിയാ. ഒന്ന് കുളിക്കണല്ലോടി. അതിനെന്നാ, ഇച്ചായ വന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കി പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം. എടാവേ, കോഴി തികയില്ല. ഞാൻ പോയി 3-4 എണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ? വേണ്ട ചെയ്യ തികയും. എടാ, ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി.
ഇച്ചിരി ഇവിടെ കോഴിയിറച്ചിങ് ഇടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. ഇച്ചായൻ എന്തെങ്കിലും വന്നേ. എന്നെയാന്നോ? അല്ല, ജോണിച്ചായൻ വിളിക്കുന്നു, എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനെയൊന്നുമില്ല. രൂപ ഒത്തിരി ഉണ്ടല്ലോടാ. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചായൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നാത്തിനാ? എത്ര നാളെങ്ങനെ വാടക വീട്ടിൽ കഴിയുന്നേ? സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കണ്ടായോ? അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്. ഇതില് പാതി കാശ് ജോണിച്ചായന്റെയാ. ആന്നോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലോടാ. അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു. നല്ല സമയത്താണ് നീ കാശുമായിട്ട് വന്നത്. നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടാടാവുകയെ. 3-4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, ചന്ദ്രോത്സവം. അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആന്നോ? എന്നാ നിൽക്കണ്ട, ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, കട്ട് മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ. എടാ കാശെടുത്ത്. കുഞ്ഞുകുട്ടി ചായോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൂട്ടുകാരൻ പണി പറ്റിച്ചു, 2 പേരും കാണാനില്ല. ആരെ? ചാണ്ടി മൈക്കിളിന്റെ ഭാര്യ മേരിയും ഉത്സവ സ്ഥലത്ത് മുങ്ങി. ഇതെന്നതാ ചേട്ടത്തി കേൾക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ കുഞ്ഞുട്ടി. ഉത്സവം കഴിഞ്ഞ് സോനുവിനെയും കൂട്ടി പോരാൻ നേരത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ, കണ്ടില്ല. അവള് നേരത്തെ മയക്കലിന്റെ ഉടഞ്ഞ് പോന്നുകാണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ കരച്ചില്. പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. நான் உண்மையை சொல்ல போது யாரும் நம்பல. ஆனிக்கிட்ட கேளு. நான் அன்னைக்கே சொல்லலையாமா? മൈക്കിൾ അവിടെ? ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത്? ഞങ്ങൾ വാതിലിൽ കുറെ തട്ടി നോക്കിയാ. ഇല്ല, ചാണ്ടി ഒരിക്കലും ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കില്ല. அப்ப நீ தானா மேரியை கடத்தி கொண்டு போனது? என் மேல சாடி கேட்டு என்ன பிரயோஜனம்? குஞ்சுக்குட்டி, உனக்கு ஒரு விஷயம் தெரியுமா? இந்த ஏற்பாடு ஸ்டார்ட் பண்ணிட்டு ரொம்ப நாளாச்சு. நான் என் கண்ணாலே பார்த்தேன், மருது அவன் கண்ணாலே பார்த்தேன். அப்படி எத்தனை பேர் பார்த்தாச்சு? எனக்கு சந்தேகமே கிடையாது. மேரியை கடத்தி கொண்டு போனது அந்த சாண்டிதான். அது உண்மை, உண்மை, உண்மை. അനി, അവിടെ നിൽക്ക്. അനി, അവിടെ നിൽക്കാൻ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനുവേണ്ടിയാ നിന്നത്രയ്ക്ക് ഞാൻ പള്ളി വന്നു. അതിന് തന്നെ ഇപ്പൊ ഇവിടെയും വന്നു. ചാണ്ടി ചതിയനാ, തെമ്മാടിയാ, നെറികെട്ടവനാ. പക്ഷേ നിന്നോട് ഞാൻ എന്ത് നെറികേടാ കാണിച്ചത്? കുഞ്ഞുകുട്ടിച്ചായൻ പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു എന്ന്. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെങ്കിലും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനി, ഒരുപാടടുത്ത് തിരക്കി ഒന്ന് നേരിൽ കാണാൻ. മൈക്കിളിന്റെ ശവടക്കിന് വന്നു പോയെന്നറിഞ്ഞപ്പോ വലിയ നിരാശയായിരുന്നു. കാണാനൊത്തില്ലല്ലോ എന്നോർത്ത്. എവിടാ അവള്? കെട്ടുവിനെയും മോനെയും കളഞ്ഞേച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ആ നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത്? ജോണി, നീ നല്ലവനാ. നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവനാ, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവനാ. എന്നെ നീ തല്ലിക്കുന്ന നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു വിധി നിനക്ക് ഉണ്ടാകരുത്. എനിക്ക് ജയിലിൽ പോകുന്നതാ ഇഷ്ടം. വേണ്ട, പറയുന്നത് കേടാ. ജോണി, വേണ്ടെന്നാ പറഞ്ഞേ.
ചാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞേർക്കന്റെ മകൻ സോനു എന്നെ തല്ലിയില്ലടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും. ആരും എന്നെ വിശ്വസിക്കല്ല. എന്തെങ്കിലും വിശ്വസിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ സത്യം മോൻ അറിയണം.